യൂട്യൂബ് മാസ്റ്റർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷ്ണുവാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ സാധാരണ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു കാര്യമാണ് അലോ എംബഡിങ്. എന്താണ് അലോ എംബഡിങ് എന്ന് പലർക്കും അറിയാറില്ല. നമ്മൾ സാധാരണ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത്, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും, ടൈറ്റിൽ കൊടുക്കും, ടാഗ് കൊടുക്കും, ഡിസ്ക്രിപ്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തമ്മിലെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ് വീഡിയോയുടെ ലിങ്ക് പല ഗ്രൂപ്പുകളിലും, പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ആ ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത് പറയാൻ പോകുന്നത്. നമ്മൾ അതിനായിട്ട് നേരെ വാട്സാപ്പിലോട്ട് പോവുകയാണ്. വാട്സാപ്പിലോട്ട് പോകുമ്പോഴത്തേക്കും ഇതിൽ എൻ്റെ തന്നെ വാട്സാപ്പിലേക്ക് ഞാൻ 2 ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ രണ്ടാമത് കൊടുത്തിരിക്കുന്ന എൻ്റെ തന്നെ വീഡിയോ ആണ്. അതിൽ ഒന്ന് നമ്മൾ ടച്ച് ചെയ്യുകയാണ്, ഒന്ന് പ്ലേ ചെയ്യുകയാണ്. യൂട്യൂബ് മാസ്റ്റർ മലയാളത്തിൽ ഇത് പ്ലേ ആകുന്നത് നമ്മുടെ വാട്സാപ്പിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെയാണ് പ്ലേ ആകുന്നത്. നമുക്കിതിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനോ അങ്ങനെയുള്ളൊരു ഓപ്ഷനും ഇതിൽ കാണുന്നില്ല. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ കഴിയില്ല, കമൻറ്റ് കൊടുക്കാൻ കഴിയില്ല, ഇങ്ങനെയുള്ള ഓപ്ഷനൊന്നും ചെയ്യാൻ കഴിയില്ല. മറിച്ച് ആദ്യത്തെ ലിങ്കിൽ ഞാനൊന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിത് ആദ്യത്തെ ലിങ്കിൽ ഒന്ന് പ്രസ് ചെയ്യുകയാണ്. അത് നേരെ യൂട്യൂബിലോട്ടാണ് ഡയറക്റ്റ്, യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനിലോട്ടാണ് ഡയറക്റ്റ് പോകുന്നത്. നമുക്ക് വീഡിയോ പ്ലേ ആകുന്നതിന് മുന്നേ പരസ്യമെല്ലാം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനിൽ തന്നെയാണ് ഇത് പ്ലേ ആകുന്നത്. നമ്മൾ കൊടുത്തിരുന്ന അതേ ലിങ്ക് തന്നെയാണ് ഇവിടെ പ്ലേ ആയത്. അതിൽ കൊടുത്തിരുന്ന അതേ ടൈറ്റിലൊക്കെ തന്നെയാണ് ഇവിടെ കാണുന്നത്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ 2 ലിങ്കുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് YT സ്റ്റുഡിയോയിലാണ് പോകുന്നത്. അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ നേരെ പോകേണ്ടത് വീഡിയോ ഡീറ്റെയിൽസിനകത്താണ്, കണ്ടൻറ്റിനകത്ത് വീഡിയോ ഡീറ്റെയിൽസിനകത്താണ് പോകേണ്ടത്. നമ്മൾ ഏതാണോ വീഡിയോ, നമ്മളിപ്പം പിൻ ലെറ്റർ കിട്ടിയില്ല എന്നുള്ള ഈ വീഡിയോയാണ് നമ്മൾ അലോ എംബഡിങ് ഓൺ ആയി കിടന്നിരുന്നത്. നമ്മളിതാ അതിൽ എഡിറ്റ് ചെയ്തിട്ട് എഡിറ്റ് ഓപ്ഷൻ കൊടുത്തു. അത് കഴിഞ്ഞ് സെറ്റിങ്സിൽ ഏറ്റവും താഴെ ഷോ മോർ കൊടുക്കുക, ഏറ്റവും താഴെ ഷോ മോർ കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നേരെ താഴെ വരുമ്പോഴത്തേക്കും ഇവിടെയായിട്ട് സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് എന്ന് കൊടുത്തിരിക്കുന്ന അവിടെ അലോ എംബഡിങ് ഓഫ് ചെയ്ത് വയ്ക്കുക, ടിക്ക് മാർക്ക് ഓഫ് ചെയ്തിടുക. എന്നിട്ട് ഇവിടെ സേവ് കൊടുക്കുക, മുകളിൽ സേവ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പോഴത്തേക്കും ഇനി ഷെയർ ചെയ്യുന്ന ലിങ്ക്, നമ്മൾ നേരത്തെ ഷെയർ ചെയ്ത ലിങ്ക് അത് വർക്കാകത്തില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകൂടെ അത് ലിങ്ക് കോപ്പി ചെയ്യുക, നേരത്തെ സെയിം ലിങ്ക് തന്നെ നമ്മളിവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. പേസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ ഈ കാണുന്ന അതേ സെയിം വീഡിയോ നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. നേരെ യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ പരസ്യം വന്നു. നമുക്ക് അറിയാം, പരസ്യം വന്നാൽ മാത്രമേ നമുക്ക് വരുമാനം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് പരസ്യം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അലോ എംബഡിങ് ഓഫ് ചെയ്ത് തന്നെ വയ്ക്കണം. കാരണം നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യുകയാണെങ്കിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. നമുക്ക് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അയച്ച ലിങ്ക് അതും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് അപ്പോഴും വാട്സാപ്പിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെയാണ് പ്ലേ ആകുന്നത്. അലോ എംബഡിങ് ഇവിടെ വീഡിയോയുടെ ലാംഗ്വേജ്, ടൈറ്റിൽ ലാംഗ്വേജ്, ഇതെല്ലാം സെലക്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും താഴെയായിട്ട് യൂട്യൂബ് ലൈസൻസിൻ്റെ, സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അലോ എംബഡിങ് എന്ന് പറയുന്ന ആ ടിക്ക് മാർക്ക് ഒഴിവാക്കി വെച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ, ഇപ്പം നിങ്ങളല്ല ഷെയർ ചെയ്യുന്നത്, നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് മറ്റൊരാൾ ഷെയർ ചെയ്യുകയാണെങ്കിലും ഇതുപോലെ തന്നെ സംഭവിക്കാം. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും ഒന്ന് ചെയ്തു വെച്ചേക്കുക. അലോ എംബഡിങ് ടിക്ക് ഒഴിവാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്.